ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വീണ്ടാ. പിന്നെ നമ്മളിപ്പോൾ ഇത് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി തോട്ടം കാണാൻ പോയപ്പോൾ തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് നേരം തന്നെയായിരുന്നു കേട്ടോ. വലിയ നേരം വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിവിടെ അടച്ചിടുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഓപ്പൺ ഏരിയയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. പക്ഷെ അധികം ഒന്നും പഴുത്ത് കാണുന്നില്ല. ഇടയ്ക്ക് നിലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പഴുത്ത് കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ വലിയ ഫാമാവുന്ന കേട്ടോ. പക്ഷേ ഇത് ചെറിയൊരു മലയോര പ്രദേശത്ത് അവർ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വൈഡായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ ജ്യൂസ് കൊടുക്കുന്നുണ്ട് ട്ടോ. അത് ബോട്ടിലാണ് കൊടുക്കുന്നത്. സീല് വെച്ചിട്ടുള്ള ബോട്ടിലാണ്. കാരണം ഇവർ പറയുന്നത് ഇവർ വേറൊരു ഫാമിൽ ഇത് വിളഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടുന്ന് ജ്യൂസ് കൊടുന്നതാണ് നമ്മൾ ഇവിടെ പഴുക്കാത്ത കാരണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇതിലൊന്നും കയറാനൊന്നും പറ്റില്ല ട്ടോ. അവർ നെറ്റിട്ട് വളരെയധികം സേഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ കണ്ടതാണ് ട്ടോ. ഒരു ഏരിയയിൽ ഒരു റിസോർട്ടാണ് മുകളിലോട്ട്. അതിൻ്റെ ഏരിയയിൽ ഇങ്ങനെ കാപ്പി വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാത്തുമ്മലും കായുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല വിളഞ്ഞത് പറഞ്ഞാൽ ഞാൻ പഴുത്തത് പറിച്ച് ജയൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് താഴെ ഉണ്ടായിരുന്നു കേട്ടോ, വീണ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതൊക്കെ എന്തോ കേട് വന്നതാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ റിസോർട്ടിൻ്റെ അറ്റം വരെ ഇങ്ങനെ വെച്ചു എല്ലാത്തുമ്പിലും കായുണ്ട്, കുഞ്ഞു തൈകളാണ്. അതാണ് രസം. നമുക്ക് എന്തെന്നാ പറയാം, വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ എന്താ പറയുക, മലനാട് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണല്ലോ. അത് തന്നെയാണ് സംഭവം. അവിടെ ചെന്നപ്പോൾ നമുക്കിതൊക്കെ കണ്ടപ്പോഴേ എങ്ങനെ ഫോഴ്സ് ചെയ്യണമെന്നൊന്നും അറിയണില്ല. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആപ്പിൾ തോട്ടം, അതുപോലെ ഓറഞ്ച് തോട്ടം. ഇത് കാണിക്കാനാണ് ഓപ്പം നമ്മളെ കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. എന്താണ് കാരണം എന്നറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് കൊടുക്കുന്നില്ല. വലിയച്ഛൻ അതായത് ഓപ്പോ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ആപ്പിളിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. ഞാൻ അത് ഓറഞ്ചാന്ന് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. വലിയച്ഛൻ എന്നിട്ട് പറഞ്ഞു ഓറഞ്ച് അല്ല നിത്യ അത് ആപ്പിളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയച്ഛനും കൂടി കുറച്ച് നേരം, വലിയച്ഛനൊന്നും ഡിബേറ്റ് ചെയ്യാൻ വന്നില്ല. പക്ഷെ ഞാൻ കുറേ നേരം നിന്നിട്ട് അതിനായിട്ട് ആർഗ്യൂ ചെയ്തു കേട്ടോ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ സോറി പറയുന്നു. പിന്നെ നമ്മൾ പോയ സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഭ്രമരം സിനിമ ഒരു ഔട്ട് സീനൊക്കെ ഉണ്ടല്ലോ. അതായത് അവരിങ്ങനെ ജീപ്പ് കയറി പോണ ഏരിയ ഒക്കെ ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ലെമൺ ഗ്രാസ് ആണ് കേട്ടോ. ലെമൺ അതായത് നമ്മുടെ പുൽത്തൈലുണ്ടല്ലോ, നമ്മൾ ഫ്ലോർ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാസാണ് ഈ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണന കേന്ദ്രം ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. പപ്പൂസ് തന്നെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കട്ടെ. അവിടെ ഇപ്പോൾ തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെന്ന നേരത്തെ അധികം ആൾക്കാരൊന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഈവനിങ് നല്ലപോലെ ഇരുട്ടായിട്ട് നിറയെ ആളുകളായിട്ടാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒട്ടൊരു ഏറുമാടുണ്ടായിരുന്നു കേട്ടോ. കാണാനൊക്കെ ചെറുതാണെങ്കിലും പക്ഷേ ഇത് കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പൂസ് കണ്ടപാടെ പറഞ്ഞ് കയറണമെന്ന്. അപ്പോൾ ജഗൻ പറഞ്ഞു ഓക്കെ രണ്ടാം കൂടി കയറാടാ എന്നിട്ട് കയറി. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. അപ്പൂസ് ഒന്ന് ഇറങ്ങി നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പൂസിനെ 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറക്കി നോക്കി. ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നീ കയറിക്കോന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വലിഞ്ഞ് കയറി മണ്ടയിലെത്തിയിട്ട് എനിക്ക് താഴ്ത്ത തന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. ജഗൻ എങ്ങനെ ഇറക്കുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കാരണം ജഗനെ നമ്മൾ ഈ കുഞ്ഞു ബേബി പോലെ വളർത്തിയുണ്ടാക്കിയതാണ്. ജഗൻ ഇത്ര വലുതായിന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇയാളും അതായത് അമ്പാടി കണ്ണിന് മുകളിൽ കയറുന്ന ഒരു വാശി പിടിച്ചിട്ട് മുകളിൽ തിരിച്ചിറങ്ങാൻ ഞങ്ങൾ കുറച്ച് പണി പെട്ടു കേട്ടോ. കാരണം കാലിനെ മനസ്സിലാക്കി പിടിച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരും ഞാനൊക്കെ. പിന്നെ നമ്മുടെ വികാരജീവികളുണ്ടായിരുന്നു, ചേച്ചിയും ചേട്ടനും. അവരെ വക കുറേ കപ്പിൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ മുകളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മളെ താഴ്ത്തുനിന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പല ആക്ടിവിറ്റീസൊന്നും താഴത്തേക്ക് ഇറക്കണ കാരണം ഇവർ കയറിയില്ല കേട്ടോ. പിന്നീട് ഉണ്ടാകുന്ന ഒരു ഹട്ടാണ് കേട്ടോ അവരവിടെ താമസിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊരു വീട്, ഒരു എന്താ പറയുക, മണ്ണ് വീടെന്ന് പറയാൻ പറ്റില്ല, പുല്ലിൻ്റെ വീടുണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ തന്നെ ഇവിടെയും പറയാം കേട്ടോ. ഇവിടെ അവർ പുൽത്തൈലം വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, ആപ്പിള്, ഫ്രഷും ഫ്രൂട്ട്, ഇങ്ങനെയൊക്കെ സാധനം വെക്കണം. പക്ഷേ ഈ പരിസരത്തൊന്നും ഈ സാധനമൊന്നും കാണാനില്ല. ഇത് ഇവർക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചുള്ള സംഭവങ്ങളാട്ടോ. മേടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഒരുപാട്. അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞാൽ നല്ല സൈഡ് സീനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയില്ല കേട്ടോ. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടേക്കും എത്തിയില്ല. കാരണം നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും നല്ല പോലെ ഇരുട്ടായി. പിന്നെ ഇരുട്ടത്ത് നിൽക്കാൻ നമ്മൾ അധികം നിന്നില്ല. പിന്നെ തണുപ്പും കൂടി തുടങ്ങി. അപ്പോൾ തന്നെ പോകാമെന്ന് ഞങ്ങളും വാശി പിടിച്ചു കേട്ടോ. പിന്നെ ജഗന് തീരെ വയ്യാത്ത കാരണം ജഗൻ കുറേയൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ഫോട്ടോസൊന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൂവ്, ചെടി ഇതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലി മൊത്തം അവിടെ കമന്ന് കിടക്കുന്ന ടീമാണ് കേട്ടോ. അത്ര ഇഷ്ടമാണ് പൂവിനോടും ചെടിയോടൊക്കെ. കിട്ടിയോടത്തുനിന്നൊക്കെ മോഷ്ടിക്കാറുമുണ്ട്, അങ്ങനെയും പറയട്ടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടിയൊരു ചെടി, ഒരു കുഞ്ഞ് ചീരകഷ്ണം, ഒരു പിങ്ക് കളറിൽ, അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നു. പക്ഷെ ഒന്നും നമ്മുടെ വീട്ടിൽ പിടിച്ചില്ല കേട്ടോ. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഉണങ്ങിപ്പോയി. പിന്നെ കുറേ ആൾക്കാർ ഈ ആപ്പിളൊക്കെ മേടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് പ്രത്യേകം പറഞ്ഞു മേടിക്കേണ്ട, കാരണം ഇവിടെ നിന്ന് ആപ്പിളില്ല, ഇത് അവളെ പറ്റിക്കാൻ വേണ്ടി അവർ കുറഞ്ഞ് വെച്ചതാണെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ പോസിങ് കഴിഞ്ഞ് പിന്നെ നല്ലോണം കുറേ വർത്തനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ കാശിത്തുമ്പ കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കാശിത്തുമ്പ തന്നെ സാധാരണ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ,
അതെ ഇതാണ് കേട്ടോ കണ്ടത്. കാശിത്തമ്പത്തിൻ്റെ വിത്തൊക്കെ ഞാൻ പറിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ തിരുമ്പിയപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തിരുമ്പിപ്പോയിട്ടോ. പിന്നെ ഇതുണ്ട് ഫുള്ള് സീന വെച്ചാൽ കുറേ 2-3 ഏറുമാടമുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായെങ്കിൽ ഒരാൾ കയറിയപ്പോൾ തന്നെ തിരിച്ചിറങ്ങാണ്ട് അപ്പോൾ മനസ്സിലായിട്ട് അവിടുത്തെ വൃത്തി എന്താണെന്നുള്ളത്. പിന്നെ അത് തിരിച്ച് കയറാനൊരു ടാസ്ക് തന്നെയായിരുന്നു. നല്ല പോലെ തണുപ്പും അതുപോലെ കുത്തനുള്ള ഒരു ഇറക്കമായിരുന്നു. തിരിച്ച് ഇറക്കം കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേരനെയൊക്കെ തുളത്ത് കയറ്റി. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ഉപ്പും ചാക്കയറ്റാന്ന് കേട്ടോ പറയാം. അങ്ങനെ തിരിച്ച് കയറി നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്തെത്തി. തിരിച്ച് വീണ്ടും നമ്മൾ ചിന്നാറ് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിന്നാറ് കൂടി തിരിച്ചിറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒപ്പയുടെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നു. പക്ഷേ കൊടും കാട്ടി കൂടെ പോയിട്ട് നമുക്കൊരു തവളേനെ പോലും കാണാൻ പറ്റില്ല കേട്ടോ. കുറേ പാറ്റയൊക്കെ പറക്കണം കണ്ടെങ്കിലും ഒരു തവള കുഞ്ഞിനെ പോലും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ലെങ്കിലും ക്യാമറ ഞാനിങ്ങനെ വെച്ച് കൊടുത്ത് വെക്കായിരുന്നു. നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം പോയിട്ട് മാനിനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയായ കാരണം നമുക്കൊന്നും കാണാനും പറ്റിയിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നല്ലൊരു ട്രാഫിക് കിട്ടിയിട്ട്, കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് നല്ല ട്രാഫിക് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കും. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ സ്ഥലത്ത് വെച്ച് നല്ല ബ്ലോക്ക് കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ടുവിട്ടാം. പക്ഷേ ആദ്യം പോകുമ്പോൾ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. വല്ല വണ്ടികൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നാലെ പോകാനൊക്കെ വന്നിട്ടാണ് പോകുന്നത്. പക്ഷേ പിന്നെ പോകുക നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകലും വണ്ടികളൊക്കെ കണ്ടിട്ടാണ്. പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത ഏരിയ കണ്ടു കേട്ടോ. അതിന് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് അവിടെ എപ്പോഴും. അത് തന്നെ ടാറിങ് അല്ല, അവിടെ ഇൻ്റർലോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കാട്ടി കൂടെ പോകുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാകുന്നുണ്ട് കാണാനൊക്കെ. പിന്നെ നമുക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. ചേച്ചി ആ വണ്ടിയിൽ നല്ല പ്രാർത്ഥന, ദൈവം ഈ ഒരു ജീവിനെ കാണരുത്, ഒന്നിനും കാണരുത്, പേടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇട്ട ചേച്ചിയുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ പറയാം. ഒരു ജീവജാലത്തിനെ പോലും നമ്മൾ കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടൗണൊക്കെ കഴിഞ്ഞ് ടൗണിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പോന്നപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്തി നമുക്ക് ഗൂഗിൾ മാപ്പാണ് നമുക്കിണ്ട് കിടക്കണമല്ലോ, പുറത്തേക്ക് കിടക്കണമല്ലോ. അതായത് നമുക്ക് പാലക്കാട് വഴിയാണല്ലോ പോകേണ്ടത്. റൂട്ട് മാപ്പ് ഇട്ടപ്പോൾ നമ്മൾ ഏതൊക്കെയോ കുഗ്രാമത്തിലൊക്കെ കറക്കിയിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് എവിടെയോ വഴി തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ ചോദിച്ചു നമ്മൾ, വെളുപ്പിനായില്ല എന്തായാലും. അപ്പോൾ നമ്മളൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വഴി തെറ്റി നിങ്ങൾക്ക് തിരിച്ചു പോക്കോന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുന്ന നേരത്താണ് നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു മുള്ളംപന്തി ചാടിയത്. അങ്ങനെയാണ് നമ്മളൊരു ജീവജാലത്തിനെ കണ്ടു എന്ന് പറയാൻ പറ്റിയത്. നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, കുറേ പുതിയ വഴികൾ കണ്ടു. അങ്ങനെ നമ്മൾ പിന്നെ പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് പിന്നെ നമ്മുടെ റൂട്ട് തന്നെ കേട്ടോ. അപ്പോഴും നമുക്ക് കുറേ പണി ഉണ്ടാകുന്നു കേട്ടോ. കാരണം റോഡ് പണി നടക്കണതിന് ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ റോഡ് പണി കാരണം നമുക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടി. ബ്ലോക്കല്ല, നമ്മൾ തന്നെ ആ വഴി സാധാരണ പോണ റൂട്ടിൽ അവർ റോഡ് പണി നടക്കണ കാരണം ആ ഭാഗം ബ്ലോക്ക് ചെയ്തിട്ട് അവർ നമ്മളെ വേറെ വഴിക്ക് വിടുക ചെയ്തത് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ ടൂറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്